In this video, we will mainly discuss the concept intersimple interference. Actually, it's a problem occurs in the baseband transmission of digital data. Okay. First, we will discuss what do you mean by intersimple interference. So, intersimple interference occurs when a pulse spread out in a way that it interfere with the adjacent pulses at the sample instance. Okay. നമുക്കതൊരു എക്സാമ്പിൾ ഇവിടെ കാണാം. എന്താണ് സ്പ്രെഡിങ് ഔട്ട് കൊണ്ടുള്ള പ്രോബ്ലം എന്നുള്ളത് നോക്കാം. അപ്പം സിഗ്നൽ സ്പ്രെഡ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ട്രാൻസ്മിഷൻ മീഡിയത്തിൽ വരുന്ന ഇഷ്യൂ ആണ്, അല്ലെങ്കിൽ ബേസ് ബാൻഡ് ട്രാൻസ്മിഷനിൽ വരുന്ന ഒരു ഇഷ്യൂ ആണ് ഇന്റർസിംപിൾ ഇന്റർഫറൻസ്. അപ്പം ഒരു എക്സാമ്പിൾ ആയിട്ട് ഇവിടെ യു ക്യാൻ സീ ദാറ്റ് നോൺ റിട്ടേൺ ടു സീറോ ലൈൻ കോഡിംഗ് ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞേക്കാണ്. സി പോളാർ നോൺ റിട്ടേൺ ടു സീറോ ലൈൻ കോഡിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം, അതായത് നമുക്ക് ബൈനറി ഡേറ്റ 0 ഉണ്ട് 1 ഉണ്ട്. ഓക്കെ, നോക്കുക, രണ്ട് പൊളാരിറ്റി, ഫോർ എക്സാമ്പിൾ 0 ട്രാൻസ്മിറ്റ് ചെയ്യാൻ -5 വോൾട്ടും 1 ട്രാൻസ്മിറ്റ് ചെയ്യാൻ +5 വോൾട്ടും നമ്മൾ യൂസ് ചെയ്യണമെന്ന് വിചാരിക്കാം. സോ അതിനെയാണ് നമ്മൾ പോളാർ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. നോക്കുക, നമ്മുടെ ഡേറ്റ ഫോർ എക്സാമ്പിൾ ഒരു ഡ്യൂറേഷനിൽ ഇപ്പം നമുക്ക് 1 സെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വി വിൽ സെൻഡ് +5 വോൾട്ട് ഫോർ എ ഡ്യൂറേഷൻ ഓഫ് TB. Okay, and if you want to send 0, then we will send -5 for a duration of TB. Okay, this is known as a polar. And non-return to 0 means during the TB interval it will not come back to the baseline. So if return to 0 എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. TB എന്ന് പറയുന്ന ഡ്യൂറേഷനിൽ തന്നെ ഫോർ എക്സാമ്പിൾ ഈ പറയുന്ന വാല്യൂ ഹൈ ടു ലോ മൂവ് ചെയ്യും. ഓക്കെ, during the interval TB it's 1 to 0, that is return to 0. So this is an example for non-return to 0 line coding. Okay, നമുക്ക് ഇപ്പോൾ ഒരു പോർഷൻ ഇവിടെ റിലവൻ്റ് അല്ല എങ്കിലും നമുക്ക് നോക്കാം. ഒരു എക്സാമ്പിൾ കൺസെപ്റ്റിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ഡേറ്റ തന്നിട്ടുണ്ട്. സോ ഈ പൾസിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് ഇറ്റ്സ് എ TB ഡ്യൂറേഷൻ. ദിസ് ഇസ് എ TB ഡ്യൂറേഷൻ ഓഫ് പൾസ്. ഇപ്പോൾ ഡേറ്റ 1, അതായത് നമ്മൾ ലോജിക്കലി ഹൈ സിഗ്നൽ ആണ് സെൻഡ് ചെയ്യുന്നത്, ഒരു +5 വോൾട്ട് ആണ് നമുക്ക് അസ്യൂം ചെയ്യാം. ഈ പൾസ് ഒരു ചാനലിൽ കൂടെ പാസ് ചെയ്ത് കഴിയുമ്പോൾ, ഓക്കെ, ദിസ് ഇസ് എ ചാനൽ, when it passes through the channel you can see that the signal is spreading, and this issue is known as the intersimple interference. Not exactly intersimple interference, അതിന് റീസൺ ആവുന്നത് ഈ സിഗ്നലിന്റെ സ്പ്രെഡിങ് ആണ്. നമ്മൾ സിഗ്നൽ TB ഡ്യൂറേഷനെ ഉണ്ടായിരുന്നുള്ളൂ ട്രാൻസ്മിറ്റ് ചെയ്തപ്പം, പക്ഷെ റിസീവ് ചെയ്ത് കഴിയുമ്പോൾ നോക്കാം, നിങ്ങൾക്ക് -TB to TB, അതായത് 2 TB ഡ്യൂറേഷനിലേക്ക് സിഗ്നൽ സ്പ്രെഡ് ചെയ്തു. ഇത് പോസിറ്റീവ് സിഗ്നൽ കേസിൽ. സിമിലർലി വി ക്യാൻ സി അനദർ ഡേറ്റ ഹിയർ, ദാറ്റ് ഈസ് ഡേറ്റ 0. ഡേറ്റ 0യുടെ കേസിൽ നോക്കുക, നമ്മൾ -5 വോൾട്ട് ആണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് പറഞ്ഞു ഫോർ എ TB ഡ്യൂറേഷൻ. ഫോർ എക്സാമ്പിൾ assume that this is a TB duration. സി -5 വോൾട്ട് ലിമിറ്റഡ് ആയിരുന്നു, ഒരു പർട്ടിക്കുലർ ലിമിറ്റിനുള്ളിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ട്രാൻസ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ചാനലിൽ പാസ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പം നമുക്ക് നോക്കാം സ്പ്രെഡിങ് ഉണ്ടാവുന്നുണ്ട്. സ്പ്രെഡ് ചെയ്ത് -TB ടു +TB വരെ സിഗ്നൽ സ്പ്രെഡ് ചെയ്ത് പോയി. ഇപ്പോൾ 2 TB ഡ്യൂറേഷനിലേക്ക് സിഗ്നൽ സ്പ്രെഡ് ചെയ്തു. ഓക്കെ, ഈ സ്പ്രെഡിങ് യൂഷ്വലി ഉണ്ടാവുന്നതിനുള്ള റീസൺ എന്ന് പറയുന്നത് നമ്മുടെ ചാനലിൻ്റെ ബാൻഡ് വിഡ്ത്തിന് ആണ് ഒരു റീസൺ. നമ്മൾ പാസ് ചെയ്യുന്ന ചാനലിൻ്റെ ബാൻഡ് വിഡ്ത്ത്, നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സിഗ്നലിൻ്റെ ബാൻഡ് വിഡ്ത്ത്, ഇതിലൊരു മിസ്മാച്ച് വരുമ്പോഴാണ് ഈ സ്പ്രെഡിങ് നോർമലി ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ചാനൽ എപ്പോഴും ഒരു ബാൻഡ് ലിമിറ്റഡ് ആണ്. ഓക്കെ, അപ്പം ഈ ബാൻഡ് ലിമിറ്റഡ് ചാനലിൽ കൂടെ പാസ് ചെയ്യുമ്പം എക്സ്ട്രാ വരുന്ന എല്ലാ ഫ്രീക്വൻസീസിനെയും ഇത് കൊടുക്കുന്ന ഫിൽറ്ററിങ് എഫക്റ്റിൽ ഡിഫറൻസ് ഉണ്ടാവും. അതുകൊണ്ടാണ് ഈ പറയുന്ന സ്പ്രെഡിങ് ഒക്കെ ചെയ്യുന്നത്. ഫ്രീക്വൻസി ഡൊമൈനിലാണ് നമ്മൾ പറയുന്നതെങ്കിൽ this is the reason. Okay. There will be infinite number of frequency in the square pulse, but when it is passes through the band limited signal, some of the frequencies will get attenuated. So due to that, spreading will occur. Okay, so this is a band limited channel. For example, in the bandwidth maybe W ആണെന്ന് വിചാരിക്കും, and the pulse bandwidth is more than that. Okay, so when it passes through this channel, some of the frequencies will not pass through this channel, and due to that this square pulse becomes something like this. Okay, and this is a spreading of simples.
സോ ഇതുകൊണ്ട് എന്താണ് പ്രോബ്ലം ഉണ്ടാവുന്നത് എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽഡ് നോക്കാം. ഇപ്പോൾ ഒരു സിംഗിൾ സിഗ്നലിൽ എന്താണ് സംഭവിക്കുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ ഇനി ഒരു ഗ്രൂപ്പ് ഓഫ് ഡേറ്റ സെൻഡ് ചെയ്യുമ്പം എങ്ങനെയാണ് ഇത് ഓവറോൾ സിസ്റ്റത്തിന്റെ പെർഫോമൻസിനെ എഫക്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം. സോ നിങ്ങൾക്ക് ഇവിടെ ഒരു ബിറ്റ് സ്ട്രീം കാണാം. You can see continuously we are sending some data 1 0 1 1 0 0 0 1 etc. Okay, the 0 TB 2 TB 3 TB 4 TB 5 TB or etc. the sampling instant. ഈ ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റന്റിലാണ് സിഗ്നലിന്റെ വാല്യൂ എന്താണെന്ന് നമ്മൾ റിസീവറിൽ ഡിസൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ 0 എന്ന് പറയുന്ന ഇൻസ്റ്റന്റിൽ നമ്മൾ റിസീവർ സൈഡിൽ നോക്കും ഈ സിഗ്നലിന്റെ വാല്യൂ എന്താണ്. TB എന്ന് പറയുന്ന ഡ്യൂറേഷനിൽ നമ്മൾ നോക്കും സിഗ്നലിന്റെ വാല്യൂ എന്താണ്. അപ്പോൾ ഇതാണ് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഡേറ്റ, ഇൻപുട്ട് ഡാറ്റ സ്ട്രീം. വൺസ് ഇത് ചാനലിൽ കൂടെ പാസ് ചെയ്ത് കഴിയുമ്പം ജസ്റ്റ് പ്രീവിയസ്ലി നിങ്ങൾ കണ്ട പോലെ ഓരോ സിമ്പിൾസിനും സ്പ്രെഡിങ് ഒക്കെ അറിയും. സോ നമുക്ക് ഫസ്റ്റ് സിമ്പിൾ ഒരു 1 ആയിരുന്നു. സോ അതിന്റെ സ്പ്രെഡിങ് ഇവിടെ കാണാം നിങ്ങൾക്ക്. ഓക്കെ, ദിസ് ഇസ് ദ ഫസ്റ്റ് സിമ്പിൾ. ഓക്കെ, ദെൻ ദിസ് ഇസ് ദ സെക്കൻഡ് സിമ്പിൾ, 0ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത്. ദിസ് ഇസ് ദ തേർഡ് സിമ്പിൾ, അഗൈൻ ഇറ്റ് ഇസ് എ 1. ദിസ് ഇസ് ഓൾസോ 1 and fourth one is also 1. Okay, fifth one is actually 0 and the sixth one is 1. ഒരു കണ്ടിന്യൂസ് ഡാറ്റ നമുക്ക് കാണാം. അപ്പം ഓരോ സിഗ്നലിലുള്ള എഫക്റ്റ് വെച്ച് നോക്കാം. ഇവിടെ പോസിറ്റീവ് വാല്യൂ ആണ് ഈ പറയുന്ന സിഗ്നലിനുള്ളത്. ആ സെയിം ടൈമിൽ സെക്കൻഡ് സിഗ്നലിലെ കുറച്ച് പോർഷൻ ഈ പറയുന്ന സിഗ്നലുമായിട്ട് ഓവർലാപ്പ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് എഫക്റ്റീവ്ലി കിട്ടുന്ന വോൾട്ടേജ് എന്ന് പറയുന്നതാണ് ഈ ഡോട്ടർ ലൈനിൽ കാണിച്ചിരുന്നത്. സോ റെഡ് ഡോട്ടർ ലൈൻ ഈസ് ആക്ച്വലി ഇൻഡിക്കേറ്റിംഗ് ദ സൂപ്പർ പൊസിഷൻ ഓഫ് ഈച്ച് ഓഫ് ബിറ്റ്സ് ഔട്ട്പുട്ട്. അപ്പോൾ രണ്ട് സിഗ്നലിലെയും കളക്റ്റീവ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് ആയിരിക്കും നമുക്ക് റിസീവറിൽ കിട്ടുക. അപ്പോൾ നമുക്ക് ആക്ച്വലി നമ്മൾ സെൻഡ് ചെയ്തിരിക്കുന്ന ഡേറ്റ നിങ്ങൾക്ക് ലാസ്റ്റ് കാണാം ഇൻ ദ തേർഡ് വേവ് ഫോം, ബ്ലാക്ക് ലൈനിൽ, സോളിഡ് ലൈനിൽ. സോ ഡോട്ടഡ് ലൈനിൽ കാണിച്ചിരിക്കുന്ന റെഡ് ലൈൻ ആയിരിക്കും ആക്ച്വലി നമ്മുടെ റിസീവർ സൈഡിൽ നമ്മൾ ഡിറ്റക്ട് ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ റിസീവർ റിസീവ് ചെയ്യുന്ന സിഗ്നൽ. ഓക്കെ, റിസൾട്ടന്റ് ചാനൽ ഔട്ട്പുട്ട് വേവ് ഫോം. അപ്പം ഇതാണ് ഒരു സിഗ്നലിലെ എഫക്റ്റ് അല്ലെങ്കിൽ ഒരു സിമ്പിൾ സ്പ്രെഡ് ചെയ്യുന്നത് കൊണ്ടുണ്ടാവുന്ന സിസ്റ്റത്തിന്റെ ചാനലിൽ വരുന്ന പ്രോബ്ലം. അപ്പോൾ ഇങ്ങനെ ഒരു വേവ് ഫോം നമ്മൾ എക്സ്പെക്ട് ചെയ്തൊരു പെർഫെക്റ്റ്ലി ആയിട്ടുള്ള ഒരു വേവ് ഫോം ആണ്. പക്ഷെ റിസീവർ സൈഡിൽ നമ്മൾ എത്തുമ്പോൾ നമുക്ക് കിട്ടുന്നത് സിഗ്നൽ എന്ന് പറയുന്നത് ഈ റെഡ് ഡോട്ടഡ് ലൈൻ ആയിരിക്കും. ഇനി എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സിഗ്നൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ പ്രോബ്ലംസ് വരാം എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ കൺസെപ്റ്റ് തന്നെ നമുക്ക് ഒന്നുകൂടെ ഒന്ന് മൈന്യൂട്ടായിട്ട് അനലൈസ് ചെയ്യാം. സോ ഇവിടെ നിങ്ങൾക്ക് കാണും ഒരു സിംഗിൾ വേവ് ഫോം. ഓക്കെ, അതിൻ്റെ ചാനലിൽ വരുമ്പോൾ ഉള്ള റെസ്പോൺസ് എങ്ങനെയാണെന്നുള്ളത് കണ്ടു. സോ അത് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് 0 to 1 വരുന്ന പൾസിന്റെ നോർമലി ഉള്ള ഷേപ്പ് ഇങ്ങനെയാണ്. അപ്പോൾ നോക്കുക, ഈ ഡോട്ടഡ് ലൈൻ കാണിച്ചിരിക്കുന്നത് നമ്മൾ സാമ്പിൾ ചെയ്യുന്ന ഇൻസ്റ്റന്റ് ആണ്. ഫോർ എക്സാമ്പിൾ നമ്മൾ നേരത്തെ പറഞ്ഞു TB 2 TB 3 TB. ഓക്കെ, നമ്മൾ പറഞ്ഞിരുന്നു. നോക്കുക, ഫസ്റ്റ് സിഗ്നൽ ഈ 1 എന്ന് പറയുന്ന സിഗ്നലിന്റെ എഫക്റ്റ് ശരിക്കും സ്പ്രെഡിങ് മൂലം നമുക്ക് നോക്കുക 2 TB എന്ന് പറയുന്ന പോർഷനിലേക്കും വന്നിട്ടുണ്ട്. സോ ദിസ് ആക്ച്വലി യു ക്യാൻ സീ ദാറ്റ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമുക്കൊരു ഗ്രൂപ്പ് ഓഫ് വാല്യൂ സെൻഡ് ചെയ്യുമ്പോൾ സെക്കൻഡ് വാല്യൂ ആക്ച്വലി ഒരു 0 ആയിരുന്നു, തേർഡ് വാല്യൂ ഒരു 1 ആണ്, ഫസ്റ്റ് വാല്യൂ 1 ആണ്. നോക്കുക, ഈ രണ്ട് 1ന്റെയും എഫക്റ്റ് നമ്മുടെ ഈ പറയുന്ന റിസീവ്ഡ് സിഗ്നലിനെ എഫക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ നോക്കുക, ഈ ഒരു പോർഷൻ ആക്ച്വലി ഈ ഒരു ഇൻസ്റ്റന്റിൽ നമുക്ക് 0 ആയിരുന്നു ഡിറ്റക്ട് ചെയ്യേണ്ടത്. കാരണം ഈ ഒരു ഇൻസ്റ്റന്റിൽ നമുക്ക് 0 ആയിരുന്നു ഡിറ്റക്ട് ചെയ്യേണ്ടത്. പക്ഷേ നമ്മൾ റിസീവ് ചെയ്ത സിഗ്നലിൽ the last waveform you can see that this is not 0. അപ്പോൾ നമുക്ക് റോങ്ലി ഇത് 1 ആയിട്ട് നമ്മൾ ഡിറ്റക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഇതിന്റെ പ്രോബ്ലം വന്നത് തൊട്ടടുത്ത സിഗ്നൽസിന്റെ എഫക്റ്റ് ഈ പറയുന്ന പൊസിഷനിൽ ഇന്റർഫിയർ ചെയ്തുകൊണ്ടാണ്. സോ ഇതാണ് ഇന്റർസിമ്പിൾ ഇന്റർഫറൻസിന്റെ ഇഷ്യൂ. ഓക്കെ, അപ്പം മൾട്ടിപാത്ത് പ്രൊപ്പഗേഷൻ കൊണ്ടും ചാനൽ ബാൻഡ് ലിമിറ്റഡ് ആയതുകൊണ്ടും ഒക്കെ നമുക്ക് ഈ പറയുന്ന പ്രോബ്ലം ഉണ്ടാവാം, ഇന്റർസിമ്പിൾ ഇന്റർഫറൻസ്. അപ്പം ഈ ഒരു പ്രോബ്ലം അവോയ്ഡ് ചെയ്യാൻ, സോ 1 എന്ന് പറയുന്ന സിഗ്നൽ 0 ആയി പോവാം, നെഗറ്റീവ് വോൾട്ടേജ് വരേണ്ട സ്ഥലത്ത് പോസിറ്റീവ് വോൾട്ടേജ് ആവാം. ഓക്കെ, ഇങ്ങനെയുള്ള ഇഷ്യൂസ് ഒക്കെ വരാം ഡ്യൂ ടു ദ ഇന്റർസിമ്പിൾ ഇന്റർഫറൻസ്. അപ്പം ഈ ഒരു പ്രോബ്ലം അവോയ്ഡ് ചെയ്യാൻ നമുക്ക് ബേസിക്കലി ഒരു 3 മെത്തേഡ്സ് നമ്മൾ പറയാറുണ്ട്, 3 സ്ട്രാറ്റജീസ് നമ്മൾ എടുക്കാറുണ്ട്. ഒന്നെന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന ലൈൻ കോഡിംഗ് സ്കീം. അതായത് നമ്മൾ ലൈൻ കോഡിംഗ് സ്കീം എന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞ റിട്ടേൺ ടു 0, നോൺ റിട്ടേൺ ടു 0, ഈ പറയുന്ന രീതിയിൽ നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജ് വേവ് ഫോം ഓരോ ബിറ്റ് സ്ട്രീമിന് 0ക്കും 1നും നമ്മൾ അസൈന വേവ് ഫോമിന്റെ സ്പെഷ്യാലിറ്റി വെച്ചിട്ട് നമുക്ക് ഈ പറയുന്ന ISI പ്രോബ്ലം ഒരു എക്സ്റ്റെൻഡ് വരെ എലിമിനേറ്റ് ചെയ്യാം. സോ അതിന് ഏറ്റവും നല്ലൊരു മെത്തേഡ് എന്ന് പറയുന്നത് ഒരു സിങ്ക് പൾസ് ഷേപ്പ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അത് എന്തുകൊണ്ടാണെന്നുള്ളത് നമ്മൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കും. പക്ഷേ ഈ സിങ്ക് പൾസ് യൂസ് ചെയ്യുമ്പോൾ
ഉള്ള പ്രോബ്ലം എന്ന് പറഞ്ഞാൽ സിങ്ക് പൾസ് ഒരു നമ്മൾ പെർഫെക്റ്റ്ലി ഒരു സ്ക്വയർ വേവ് ഫോം യൂസ് ചെയ്യുന്നതിന് പകരം നമ്മൾ യൂസ് ചെയ്യുന്നത് ഇങ്ങനെ ഒരു സിങ്ക് വേവ് ഫോം ആണെങ്കിൽ നമ്മുടെ പ്രോബ്ലം ISI എഫക്റ്റ് നമുക്ക് കുറയ്ക്കാം. പക്ഷേ ഈ ISI ഈ പറയുന്ന സിങ്ക് പൾസിന്റെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ഇത് -∞ തൊട്ട് ഇൻഫിനിറ്റി വരെ എക്സ്റ്റെൻഡ് ചെയ്യുന്ന പോകുന്ന സിഗ്നലാണ്. അതുകൊണ്ട് തന്നെ പ്രാക്ടിക്കലി ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് പറയുന്നത് ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. സോ സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്നത് ലൈൻ കോഡ്സ് സ്പ്രെഡ് ചെയ്യാം, ഓക്കെ, ബട്ട് സം എക്സ്റ്റെൻറ്റ്. ഓക്കെ, നമ്മുടെ സിഗ്നൽ സ്പ്രെഡ് ചെയ്ത് ഫോർ എക്സാമ്പിൾ ദിസ് ഇസ് -TB ഇൻസ്റ്റന്റ് ആൻഡ് ദിസ് ഇസ് TB ഇൻസ്റ്റന്റ്. നമ്മുടെ സിഗ്നൽ സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാലും, ഓക്കെ, 0 എന്ന് പറയുന്ന ഇൻസ്റ്റന്റിൽ സ്പ്രെഡ് ചെയ്താലും മാക്സിമം ഇവിടം വരെ വരുന്നുള്ളൂ. ഈ TBയിൽ ക്രോസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോബ്ലം ഇല്ല. അപ്പോൾ ആ രീതിയിലുള്ള പൾസ് ഡിസൈൻ ചെയ്യുന്നതാണ് നമ്മൾ സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത്. ആ ഒരു മെത്തേഡാണ് റേസ്ഡ് കൊസൈൻ റോൾ ഓഫ് പൾസ് ഷേപ്പിംഗ്. ഇതാണ് നമ്മൾ സെക്കൻഡ് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഐഡിയ. സോ ദിസ് ഇസ് മോർ പ്രാക്ടിക്കൽ വെൻ കമ്പയർഡ് ടു ദ ഫസ്റ്റ് മെത്തേഡ്. ആൻഡ് ദ തേർഡ് മെത്തേഡ് ISI പ്രോബ്ലം എന്തായാലും ഒക്കർ ചെയ്യും. സോ ആ ഒരു എഫക്റ്റ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി, ഓക്കെ, നമ്മൾ ഡിസ്റ്റോർഷൻ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി റിസീവർ സൈഡിൽ നമ്മളൊരു ഫിൽട്ടർ ഡിസൈൻ ചെയ്യും. ഒരു ഫിൽറ്ററുടെ ഹെൽപ്പോട് കൂടി ഈ പറയുന്ന ISI എഫക്റ്റ് നമുക്ക് ISI എഫക്റ്റ് അല്ല, ISI എഫക്റ്റ് ഒക്കർ ചെയ്ത സിഗ്നലിൽ നമുക്ക് തിരിച്ച് റിക്കവർ ചെയ്തെടുക്കാം ഇൻഫർമേഷൻ. സോ ദാറ്റ് കൺസെപ്റ്റ് ഈസ് നോൺ ആസ് ഈക്വലൈസർ. ഓക്കെ, അപ്പോൾ ഇതാണ് മെയിൻലി നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന 3 ടോപ്പിക്സ്. ISI പ്രോബ്ലം എന്താണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. സിഗ്നൽ സ്പ്രെഡ് ചെയ്യും, അത് തൊട്ടടുത്ത സിഗ്നലിലേക്ക് ഓവർലാപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഡിറ്റക്ഷന് പ്രോബ്ലം ഉണ്ടാവും. 0 എന്ന് പറയുന്ന സിഗ്നൽ ഇപ്പം മേ ബി 1 ആയിട്ട് ഡിറ്റക്ട് ചെയ്യാം, 1 എന്ന് പറയുന്ന സിഗ്നൽ മേ ബി 0 ആയിട്ട് ഡിറ്റക്ട് ചെയ്യാം. ഈ ഇഷ്യൂസ് ആണ് നമ്മൾ ഇനി അഡ്രസ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ദാറ്റ് പ്രോബ്ലം ഈസ് നോൺ ആസ് ഇന്റർസിംപിൾ ഇന്റർഫറൻസ്. ഓക്കെ, സോ ഫസ്റ്റ് വി വിൽ define what is ISI in a mathematical term. So first we need to model this ISI. So for that we need to consider baseband binary data transmission system. Already നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കൺസെപ്റ്റ് തന്നെയാണ് ഒരു ഡിജിറ്റൽ ട്രാൻസ്മിഷൻ സിസ്റ്റം. ആൻഡ് വെരി സ്പെസിഫിക്കലി ഇറ്റ്സ് എ ബൈനറി baseband data transmission system. So we'll see what are the different modules in the block. So at the input side you can see that some binary value 1 0 1 1 1 0 etc. So that we can indicate it as a set of binary value, that is BK. Okay. So the binary stream is now connected to the pulse amplitude modulator or simply the pulse generator. Pulse amplitude modulator എന്ന് പറയാം, അല്ലെങ്കിൽ നമുക്ക് pulse generator. Okay. എന്താണ് ഇതിന്റെ യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ബൈനറി വാല്യൂവിന് ഒരു വേവ് ഫോം അസൈൻ ചെയ്യാം. സോ 0 എന്ന് പറയുന്നതിന് മേ ബി ഒരു +5 വോൾട്ട്, സോറി -5 വോൾട്ട്, ആൻഡ് 1 എന്ന് പറയുന്നതിന് ഒരു +5 വോൾട്ട്. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു കൺസെപ്റ്റ്. അല്ലെങ്കിൽ നമുക്ക് പറയാം -A വോൾട്ടേജ് അല്ലെങ്കിൽ +A വോൾട്ടേജ്. ഈ ഒരു പ്രോസസ്സാണ് ആക്ച്വലി പൾസ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ കൊണ്ട് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സോ ഔട്ട്പുട്ട് ഓഫ് ദ പൾസ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റർ മേ ബി നമുക്ക് x(t) എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യാം ഈ പർട്ടിക്കുലർ കേസിൽ. ഓക്കെ, അപ്പം x(t) എന്ന് പറയുന്നത് ആക്ച്വലി ഈ 1 ഉം 0 ഒക്കെ ഒരു പൾസ് വേവ് ഫോം ആയിട്ട് മാറുകയാണ്. അപ്പോൾ x(t) എന്ന് പറയുന്നത് I can define like this: x(t) is equal to sigma k is equal to -∞ to infinity, okay, ak into v of t minus k t. Okay, സോ നമ്മുടെ ബൈനറി സീക്വൻസിനെ നമ്മളൊരു വേവ് ഫോം ആക്കി മാറ്റുകയാണ്. ആ വേവ് ഫോമിന്റെ ഒരു ജനറൽ ഇക്വേഷൻ, അപ്പോൾ ആ ബൈനറി വിത്ത് സ്ട്രീമിനെ നമ്മളൊരു വേവ് ഫോം ആക്കി മാറ്റി. ആ വേവ് ഫോമിന്റെ ഒരു ജനറൽ ഇക്വേഷൻ ആണ് നമ്മളിവിടെ നോട്ട് ചെയ്തത്. സോ ഇതിലൊരു വി എന്ന് പറയുന്നൊരു പൾസ് യൂസ് ചെയ്തിട്ടുണ്ട്. വിയുടെ പൾസിന്റെ ഒരു മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ v of 0 is equal to 1, അതായത് ഒരു 1 ആയിട്ടുള്ളൊരു പൾസ് ആണ് ഈ പറയുന്ന വേവ്. ഈ പൾസിന് അല്ലെങ്കിൽ 0 എന്ന് പറയുന്ന ഇൻസ്റ്റന്റിൽ 1 ആയിരിക്കും ഈ പൾസിന്റെ ഇത്. ഓക്കെ, ആ പൾസ് ഫോർ എക്സാമ്പിൾ നമുക്ക് കൊടുക്കുന്ന ഡേറ്റനെ മേ ബി നേരത്തെ പറഞ്ഞ പോലെ +A -A എന്ന് പറഞ്ഞ് പല ഇൻസ്റ്റന്റിലേക്ക് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. സോ ഇതിൽ AK എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഉണ്ട്. സോ ആക്ച്വലി നമ്മൾ ഈ കൊടുക്കുന്ന സിഗ്നലിന്റെ ഒരു ആംപ്ലിറ്റ്യൂഡ് ആയിട്ട് നമുക്ക് അസ്യൂം ചെയ്യാം. നമ്മൾ ഫസ്റ്റ് ബ്ലോക്ക് പൾസ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്ററിന്റെ ഔട്ട്പുട്ടിൽ വരുന്നത് AK എന്ന് പറയുന്ന ഒരു കോഎഫിഷ്യന്റ് ആണ്. AK is a coefficient depends on the data.
and the type of format used. So different signal scheme നമ്മൾ നേരത്തെ പറഞ്ഞു non return to zero അല്ലെങ്കിൽ polar, unipolar. So ഇങ്ങനെയുള്ള ലൈൻ കോഡിംഗ് സ്കീമിൽ ഏതാണ് യൂസ് ചെയ്യുന്നത്? ചില കേസസിൽ നമുക്ക് 0ക്ക് 0 ആയിട്ടും 1ന് +5 ആയിട്ടായിരിക്കും നമ്മൾ യൂസ് ചെയ്യുക. So depending upon that different line coding scheme, the coefficient value will be different. Okay, അതാണ് AK ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. V of 0 എന്ന് പറയുന്നത് 1 ആണ്, അതായത് 1 യൂണിറ്റ് ഉള്ള ഒരു പൾസ്. ഓക്കെ, ഈ പറയുന്ന പൾസിന്റെ ഷിഫ്റ്റഡ് വേർഷൻ. ഓക്കെ, ഓരോ ഇൻസ്റ്റന്റിലേക്കും ഷിഫ്റ്റ് ചെയ്ത് നമ്മൾ വരയ്ക്കുകയാണ്. സോ KT, സോ 1 കെയുടെ വാല്യൂ എന്ന് പറയുന്നത് -∞ ടു ഇൻഫിനിറ്റി പോവാണ്. അപ്പോൾ ഓരോ ഇൻസ്റ്റന്റിലുള്ള പൾസ് നമ്മൾ ഷിഫ്റ്റ് ചെയ്ത് വരയ്ക്കണം. സോ ആ ഒരു ഇൻഡിക്കേഷന് വേണ്ടിയാണ് V of t minus KT എന്നുള്ള ഇക്വേഷൻ നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇൻപുട്ട് ബൈനറി സീക്വൻസിൽ നമുക്ക് ഇവിടെ എക്സ് ഓഫ് ടി ആയിട്ട് ഡിഫൈൻ ചെയ്യാം, അല്ലെങ്കിൽ ഇവിടുത്തെ ആംപ്ലിറ്റ്യൂഡ് ലെവൽസിനെ നമ്മൾ മാത്രമായിട്ട് മാർക്കുകയാണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ദ കോഎഫിഷ്യൻസ് ആർ വെക്ടർ നൊട്ടേഷനിലാണ് പറയുന്നതെങ്കിൽ ഇറ്റ്സ് എ സെറ്റ് ഓഫ് AK. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെയാണ്. ഇനി നമ്മുടെ ട്രാൻസ്മിറ്റർ സൈഡിൽ ഈ പറയുന്ന പൾസ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്ററും ട്രാൻസ്മിറ്റർ ഫിൽറ്ററും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ ട്രാൻസ്മിറ്റർ ആയിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. So this much portion is actually the transmitter, and assume that the frequency response of this filter is HT of f. Transmitter filter and frequency response നമ്മൾ HT of f എന്ന് indicate ചെയ്യുന്നു. And this is a channel, you can see that, and the channel frequency response we can indicate it at HC of f. Okay, അപ്പോൾ HC of f എന്ന് പറയുന്നത് ചാനലിന്റെ ഫ്രീക്വൻസി റെസ്പോൺസ് ആണ്. യൂഷ്വലി നമ്മൾ യൂസ് ചെയ്യുന്ന ചാനലിൽ ഒരു നോയ്സ് എഫക്ട് ചെയ്യും, ആൻഡ് യൂഷ്വലി വിൽ കൺസിഡർ ഇറ്റ് ആസ് അഡിറ്റീവ് വൈറ്റ് ഗോസിയൻ നോയ്സ്. പക്ഷേ ഈ പറയുന്ന പർട്ടിക്കുലർ എക്സാമ്പിളിൽ നമുക്ക് രണ്ട് എഫക്റ്റ് ആക്ച്വലി വരുന്നുണ്ട്, ISI എഫക്റ്റും നോയ്സ് എഫക്റ്റും കൺസിഡർ ചെയ്യണം. ഫോർ ദ സിംപ്ലിസിറ്റി വി വിൽ അസ്യൂം ദാറ്റ് നോയ്സ് എഫക്ട് 0. ഓക്കെ, നോയ്സ്ലെസ് ചാനലാണ് നമ്മൾ ഈ പറയുന്ന പർട്ടിക്കുലർ അനാലിസിസിൽ കൺസിഡർ ചെയ്യുന്നത്, ഓൺലി ടു മേക്ക് അവർ അനാലിസിസ് സിമ്പിൾ. ഓക്കെ, അപ്പോൾ നമ്മുടെ നോയ്സും കൂടെ നമ്മൾ അനലൈസ് ചെയ്യുന്നില്ല, നമ്മുടെ നോയ്സ് 0 ആയിട്ടുള്ള ഒരു ചാനൽ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഓൺലി ഡിസ്റ്റോർഷൻ മാത്രം. നമ്മുടെ ചാനൽ എന്ന് പറഞ്ഞ ഡിസ്റ്റോർഷൻ ആണ്. ഡിസ്റ്റോർഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ISI എഫക്റ്റ് ആണ്. സിഗ്നലിന്റെ ഷേപ്പ് ചേഞ്ച് ചെയ്ത് വരികയാണെങ്കിൽ അതിനാണ് നമ്മൾ ഡിസ്റ്റോർഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ചാനൽ ഒരു ഡിസ്റ്റോർഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു ഡീഗ്രേഡേഷൻ മാത്രമാണ് നമുക്ക് ഈ പറയുന്ന ചാനലിൽ നമ്മൾ എഫക്റ്റ് കൺസിഡർ ചെയ്യുന്നത്. നമ്മൾ അസ്യൂം ചെയ്യാണ്, അസ്യൂം ദാറ്റ് ചാനൽ ഈസ് നോയ്സ്ലെസ്. ഓക്കെ, ബട്ട് ഡിസ്റ്റോർഷൻ ആണ് നമ്മൾ കണ്ടുകേണ്ടത്, അല്ലെങ്കിൽ നമുക്ക് പറയാം ഡിസ്പെർസീവ് ചാനലാണ്. ഓക്കെ, and here you can see a receiving filter, and receiving filter is we can indicate that the response of the receiving filter is HR of f. And here you can see the output of the received filter, Y of t. So Y of t is the output of the received filter. And നമ്മൾ കിട്ടുന്ന സിഗ്നൽ നമ്മളൊരു പർട്ടിക്കുലർ ഇൻസ്റ്റന്റ്, നമ്മൾ ഓൾറെഡി BK എന്ന് പറയുന്ന സിഗ്നൽ ഒരു ബൈനറി സ്ട്രീം ആണ്. നമുക്ക് ആ പർട്ടിക്കുലർ ഇൻസ്റ്റന്റിൽ മാത്രമുള്ള സിഗ്നൽ കിട്ടിയാൽ മതി. അപ്പം നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ അറ്റ് ദ റിസീവർ സൈഡ് വി വിൽ സാമ്പിൾ the received signal Y of t at different time interval Ti. Ti is actually I into TB. So TB durations കഴിയുമ്പോൾ നമ്മൾ സിഗ്നൽസിനെ എന്ത് ചെയ്യും, സാമ്പിൾ ചെയ്യും. സോ TB ഡ്യൂറേഷൻ കഴിയുമ്പം 1 TB, 2 TB, 3 TB ഈ പറയുന്ന ഓരോ ഇൻസ്റ്റന്റിലും നമ്മൾ സിഗ്നൽ സാമ്പിൾ ചെയ്യും. എന്നിട്ട് എന്താണ് വാല്യൂ എന്നുള്ളത് ഡിസൈഡ് ചെയ്യാൻ വേണ്ടി ഇവിടെ ഡിസിഷൻ ഡിവൈസ് വെച്ചിട്ടുണ്ട്. സോ ഫോർ ദാറ്റ് വി വിൽ അസൈൻ സം ത്രെഷോൾഡ് വാല്യൂ. ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ -5 വോൾട്ടും +5 വോൾട്ടും ആണ് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന രണ്ട് വോൾട്ടേജ് അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ യു ക്യാൻ ഡിസൈഡ് 0 ആസ് ദ ത്രെഷോൾഡ് ലെവൽ. അപ്പോൾ 0ക്ക് മേളിലാണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഇസ് if it is above 0 we can say that it is 1, and if it is less than that we can say it's 0. Okay, logic 0. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഡിസിഷൻ എടുക്കാം. അപ്പം 0 തന്നെ ആവണം എന്നില്ല. ഇപ്പോൾ 0 to 5 വോൾട്ട് ആണ് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതെങ്കിൽ we can fix another value, some other value. So based on that threshold value we can conclude that whether the received signal is 1 or 0. This is all about this transmission system, and now we can analyze the response of the system. Okay,
ഈ പറയുന്ന സിസ്റ്റത്തിൽ ഫിൽറ്ററിന്റെ ഔട്ട്പുട്ട് നമ്മൾ ഇൻപുട്ട് സൈഡിൽ നമ്മൾ സിഗ്നൽ ഡിഫൈൻ ചെയ്ത എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് സിഗ്മ കെ ഇസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എ കെ ഇൻറ്റു വി ഓഫ് ടി മൈനസ് കെ ടി. നമ്മുടെ സിഗ്നൽ എന്ന് പറയുന്നത് ആക്ച്വലി വി ഓഫ് ടി എന്ന് പറയുന്ന ഒരു പൾസ് ആണ്. ഈ വി ഓഫ് ടി എന്ന് പറയുന്ന പൾസ് നമ്മളൊന്ന് മോഡിഫൈ ചെയ്തു, ഓരോ ബൈനറി സീക്വൻസിനനുസരിച്ച് ഒരു ടി ബി ഡ്യൂറേഷൻ വെച്ച് അല്ലെങ്കിൽ ടി ഡ്യൂറേഷൻ വെച്ചിട്ട് നമ്മൾ സെൻഡ് ചെയ്യണം. Okay, now we can discuss the receiver output. So the receiver output y of t. Okay, നമ്മുടെ ഈ ചാനലിൽ കൂടെ സിഗ്നൽ പാസ് ചെയ്ത് വന്നു കഴിയുമ്പം നമ്മുടെ വേവ് ഫോമിന്റെ ഷേപ്പ് ഉണ്ടാവും. ആ ഷേപ്പിൽ ചെറിയ മോഡിഫിക്കേഷൻ ഉണ്ട്. അപ്പോൾ നമ്മുടെ റിസീവ്ഡ് സിഗ്നലിനെ നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. y of t is equal to mu into sigma k is equal to minus infinity to infinity ak, the coefficient. നോക്കുക, ഓൾറെഡി നമുക്ക് അറിയാം സിഗ്നൽ വി ഓഫ് ടി എന്ന് പറയുന്ന സിഗ്നൽ ആയിരുന്നു. എനിവേ ചാനലിൽ പാസ് ചെയ്യുമ്പോൾ സിഗ്നലിന്റെ ഷേപ്പിൽ ചെറിയ വേരിയേഷൻ ഉണ്ടാവും. സോ പുതിയ സിഗ്നലിന്റെ ഷേപ്പിനെ നമുക്ക് പി എന്ന് പറയുന്ന ലെറ്റർ വെച്ച് ഇൻഡിക്കേറ്റ് ചെയ്യും. സോ പി ഓഫ് ടി മൈനസ് കെ ടി ബി, ടി ബി ഡ്യൂറേഷനുള്ള പൾസസ് ആയിട്ട് നമുക്ക് അതിനെ കൺസിഡർ ചെയ്യാം. ഓക്കെ, ഇതാണ് നമ്മുടെ റിസീവ്ഡ് സിഗ്നൽ. റിസീവ്ഡ് സിഗ്നലിൽ വരുന്ന വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ പി ഓഫ് 0 എന്ന് പറയുന്നത് 1 ആണ്. നോർമലൈസ്ഡ് നോക്കി കഴിഞ്ഞാൽ സിഗ്നലിന്റെ വാല്യൂ 1 ആയിട്ടുള്ള ഒരു പൾസ് തന്നെയാണ്. നമ്മൾ ഇവിടെ വി തന്നെ യൂസ് ചെയ്യാത്തതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ വി എന്ന് പറയുന്ന സിഗ്നൽ റിസീവറിൽ എത്തുമ്പോൾ ചാനലിൽ കൂടെ പാസ് ചെയ്യുമ്പോൾ കുറച്ച് ഡിസ്റ്റോർഷൻ അല്ലെങ്കിൽ ഡിസ്പേർഷൻ സംഭവിക്കും. ആ ഡിസ്പേഴ്സീവ് എഫക്ട് കാരണമാണ് നമ്മൾ വി എന്ന് പറയുന്ന സിഗ്നൽ പി എന്ന് പറഞ്ഞ് മാറ്റിയത്. ബിക്കോസ് ഓൾറെഡി ISI ഡിസ്കസ് ചെയ്തപ്പോൾ കണ്ടു നമുക്ക് സിഗ്നലിന്റെ ഷേപ്പിൽ ചെറിയ വേരിയേഷൻ ഉണ്ടാവും. അപ്പം നമുക്ക് ഡിഫൈൻ ചെയ്യാം ദിസ് മ്യൂ ഇൻറ്റു പി ഓഫ് ടി. ഓക്കെ, ദിസ് മ്യൂ ഇൻറ്റു പി ഓഫ് ടി is the response of the, you can call it as the response of the mu into p of t can be considered as a response of the cascaded connection of the transmitting filter, channel and receiving filter, which is actually produced by the pulse v of t applied to the input of the cascaded connection. So നമുക്ക് ഈ പറയുന്ന ബ്ലോക്കിൽ നമ്മൾ ഈ ഒരു ഇൻസ്റ്റന്റിൽ നമ്മൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സിഗ്നൽ ആണ് നോക്കുന്നതെങ്കിൽ വി ഓഫ് ടി എന്ന് പറയുന്ന ഒരു സിഗ്നലിനെ മോഡിഫൈ ചെയ്താണ് അപ്ലൈ ചെയ്യുന്നത്. എനിവേ വി വിൽ അസ്യൂം ദാറ്റ് വി ആർ അപ്ലൈയിങ് വി ഓഫ് ടി. വി ഓഫ് ടി അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ ഒരു ട്രാൻസ്മിറ്റിംഗ് ഫിൽറ്റർ ഉണ്ട്, ചാനൽ ഉണ്ട്, റിസീവിംഗ് ഫിൽറ്റർ ഉണ്ട്. ഈ പറയുന്ന 3 സിസ്റ്റത്തിലും കൂടെ പാസ് ചെയ്താണ് നമ്മുടെ റിസീവർ സൈഡിൽ സിഗ്നൽ എത്തുന്നത്. യൂഷ്വലി ഇവിടെ ഒരു നോയ്സ് എഫക്ട് വരേണ്ടതാണ്, പക്ഷെ നമ്മൾ ആ നോയ്സ് എഫക്ട് പ്ലസ് ഡബ്ല്യു ഓഫ് ടി ഓർ എൻ ഓഫ് ടി എന്ന് പറയുന്ന ഒരു എഫക്ട് വരേണ്ടതാണ്. ഡബ്ല്യു ഓഫ് ടി റിസീവിംഗ് ഫിൽറ്ററിൽ വന്നു കഴിയുമ്പോൾ എൻ ഓഫ് ടി വരേണ്ടതാണ്. ബട്ട് വി വിൽ അസ്യൂം ദാറ്റ് ദർ ഇസ് നോ നോയ്സ്. So for the time being, we will consider this noise effect is 0. So remaining HT of F, HC of F, HR of F, 3 filters ആണ്. അപ്പോൾ ഫിൽറ്റേഴ്സിന്റെ കമ്പൈൻഡ് എഫക്ട് നമുക്ക് റിസീവറി സൈഡിൽ കിട്ടുന്ന മ്യൂ ഇൻറ്റു പി ഓഫ് ടി, അതിന്റെ ഫ്രീക്വൻസി റെസ്പോൺസ് നമ്മൾ നോക്കുകയാണെങ്കിൽ മ്യൂ ഇൻറ്റു പി ഓഫ് എഫ്, the frequency response of the received pulse will be like this, V into F, where V of F is the Fourier transform of V of t, or the frequency response of V of t. And first filter എന്ന് പറയുന്ന ട്രാൻസ്മിറ്റിംഗ് ഫിൽറ്റർ HT of F ആണ്, ചാനൽ ഫിൽറ്റർ ഉണ്ട് HC of F, ആൻഡ് റിസീവിംഗ് ഫിൽറ്റർ ഇസ് HR of F. അപ്പം നമുക്കറിയാം ടൈം ഡൊമൈനിൽ ഫിൽറ്ററിന്റെ ഫോർ എക്സാമ്പിൾ ദിസ് ട്രാൻസ്മിറ്റിംഗ് ഫിൽറ്റർ ഇസ് ഇഫ് G of t and channel is some H of t and receiving filter is C of t. നമുക്കറിയാം ഫിൽറ്ററിന്റെ റെസ്പോൺസ് എന്ന് പറയുന്നത് ആക്ച്വലി ദ കൺവല്യൂഷൻ ഓഫ് ഓൾ ദീസ് തിങ്സ്. So V of t convolution, G of t convolution, H of t convolution, C of t ആണ്. ഈ കൺവല്യൂഷൻ ഓപ്പറേഷൻ ഫ്രീക്വൻസി ഡൊമൈനിൽ നമ്മൾ ഫോറിയർ ട്രാൻസ്ഫോം ആണ് കൺസിഡർ ചെയ്യുന്നത്. ഇറ്റ് ബിക്കം മ്യൂ ഇൻറ്റു പി ഓഫ് എഫ്, വി ഓഫ് എഫ് ഇൻറ്റു HT of F, HC of F ഇൻറ്റു HR of നമുക്കില്ല. നമ്മുടെ നെക്സ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ നമ്മളെ സിഗ്നൽ y of t സാമ്പിൾ ചെയ്യാണ് റിസീവർ സൈഡിൽ. യു ക്യാൻ സീ ദാറ്റ് ആഫ്റ്റർ റിസീവിംഗ് ദിസ് y of t, we will sample the signal at time ti, where ti is equal to IT. So our next step is we will sample the signal y of t at we will sample the signal at time ti, where ti is equal to IT. ഓരോ ഇൻസ്റ്റന്റിലും ടി ബി ഡ്യൂറേഷൻ കഴിയുമ്പോൾ നമ്മൾ സിഗ്നലിനെ സാമ്പിൾ ചെയ്യാണ്. സോ y of t becomes y of ti can be written as mu into p of t. So mu into p of t is equal to mu into p of t. So mu into p of t is equal to mu into p of t. So mu into p of t is equal to mu into p of t. So mu into p of t is equal to mu into p of t. So mu into p of t is equal to mu into p of t. So mu into p of t is equal to mu into p of t. So mu into p of t is equal to mu into p of t. So mu into p of t is equal to mu into p of t. So mu into p of t is equal to mu into p of t. So mu into p of t is equal to mu into p of t. So mu into p of t is equal to mu into p of t. So mu into p of t is equal to mu into p of t. So mu into p of t is equal to mu into p of t. So mu into p of t is equal to mu into p of t. So mu into p of t is equal to mu into p of t. So mu into p of t is equal to mu into p of t. So mu into p of t is equal to mu into p of t. So mu into p of t is equal to mu into p of t. So mu into p of t is equal to mu into p of t. So mu into p of t is equal to mu into p of t. So mu into p of t is equal to mu into p of t. So mu into p of t
sigma k is equal to minus infinity to infinity ak into p of t becomes itb, because p of t എന്നായിരുന്നു നമ്മുടെ സിഗ്നൽ. Here it is p of t and now it is itb minus ktb. Okay, so ഈ പറയുന്ന ഇക്വേഷനിൽ when mu is equal to or when k is equal to I, okay, when k is equal to I, ആ ഒരു എക്സ്പ്രഷൻ മാത്രം നിങ്ങൾ നോക്കുകയാണെങ്കിൽ k is equal to I ആണെങ്കിൽ നമുക്ക് നോക്കാം, it becomes p of 0. When k is equal to I, this equation becomes p of 0. p of 0 value നമ്മൾ already പറഞ്ഞു 1 ആണ്. So I can write like this, mu into a of I. Okay, so ബാക്കിയുള്ള സ്ഥലത്തുള്ള വാല്യൂസ് നമ്മൾ ഒരു ടേം മാത്രം നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നു. k is equal to minus infinity to infinity. പക്ഷെ ഒരു കണ്ടീഷൻ പറഞ്ഞു, കാരണം ഐയുടെ വാല്യൂ നമ്മൾ ഓൾറെഡി കൺസിഡർ ചെയ്തു. സോ k not equal to I. k equal to I നമ്മൾ കൺസിഡർ ചെയ്തു സെപ്പറേറ്റ് ആയിട്ട്. സോ റിമൈനിങ് വാല്യൂസ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ it becomes mu into sigma k is equal to minus infinity to infinity ak p of I tb minus k tb. Okay, ഈ ഒരു ഇക്വേഷൻ നോക്കുകയാണെങ്കിൽ നോക്കുക, നമ്മുടെ ഇതിൽ സ്പ്രെഡിങ് പ്രോബ്ലം കാര്യങ്ങളോ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന mu ai ആണ് ith ഇൻസ്റ്റന്റിൽ. സോ ith ട്രാൻസ്മിറ്റഡ് സിഗ്നൽ, ith ട്രാൻസ്മിറ്റഡ് ബിറ്റ്, അതിന്റെ റെപ്രസെന്റേഷൻ ആണ് ai. അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേവ് ഫോം ആയിരിക്കും നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റും. ആൻഡ് ദ റിമൈനിങ് പോർഷൻ, അതായത് k not equal to I, ഈ ഇക്വേഷൻ റിസീവ് ചെയ്ത സിഗ്നലിൽ രണ്ട് പാർട്ട് ഉണ്ട്. ഫസ്റ്റ് പാർട്ട് ഈസ് ആക്ച്വലി നമ്മൾ ആ ഇൻസ്റ്റന്റിൽ സെൻഡ് ചെയ്ത ബിറ്റിന്റെ ഇൻഫർമേഷൻ ആണ്. ആൻഡ് റിമൈനിങ് ഇക്വേഷൻസ് ഇസ് ആക്ച്വലി ഇൻഡിക്കേറ്റിംഗ് ദ residual part. Okay, this is a residual effect of all other transmitted signal. Okay, അപ്പോൾ ബാക്കിയുള്ള സിഗ്നലിന്റെ സ്പ്രെഡിങ് എഫക്ട് കൊണ്ട് വരുന്ന പാർട്ടാണ് ഈ റിമൈനിങ് ടേമിൽ കാണുന്നത്. ട്രാൻസ്മിറ്റഡ് ബിറ്റ് on the decoding. Decoding of ith bit. ith bit ഡീകോഡ് ചെയ്തെടുക്കുമ്പോൾ വരുന്ന റെസിഡ്യൂവൽ എഫക്റ്റ് ആണ് ഈ പറയുന്ന റിമൈനിങ് ഇക്വേഷൻ കൊണ്ട് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മൾ പറഞ്ഞു ISI എഫക്റ്റ് എന്താണെന്ന് പറഞ്ഞിരുന്നു. ഒരു കോൺസ്റ്റന്റ് അല്ലെങ്കിൽ പെർഫെക്റ്റ്ലി ആയിട്ടുള്ള ഒരു പൾസ് നമ്മൾ സെൻഡ് ചെയ്യാണ്. ആ പറയുന്ന പൾസ് ഒരു ചാനലിൽ കൂടെ പാസ് ചെയ്ത് വന്നു. ചാനലിൽ കൂടെ പാസ് ചെയ്ത് വരുമ്പം നമ്മുടെ സിഗ്നലിന്റെ എഫക്റ്റ് മാറിപ്പോവും. പെർഫെക്റ്റ്ലി കിട്ടേണ്ട ഒരു സിഗ്നലിന്റെ ഷേപ്പ് മാറി ഇങ്ങനെയൊക്കെ ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഇതേപോലെ കൺസിക്യൂട്ടീവ് ആയിട്ട് കുറേ സിഗ്നൽസ് നമ്മൾ സഹിക്കുകയാണെങ്കിൽ ഈ പറയുന്ന നിയർ ബൈ സിഗ്നൽസിന്റെ ഇതൊക്കെ ഓവർലാപ്പ് ചെയ്യും. അപ്പം ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റന്റിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇതാണ് ith ഇൻസ്റ്റന്റ്. ആ ith ഇൻസ്റ്റന്റിൽ തൊട്ട് മുമ്പും അല്ല അതിന് മുമ്പ് കഴിഞ്ഞിട്ടുള്ള സിഗ്നൽസിന്റെ ഒക്കെ എഫക്റ്റ് വേണമെങ്കിൽ വരാം. ആ എഫക്റ്റ് ആണ് ഈ ഇക്വേഷനിലെ സെക്കൻഡ് പാർട്ട്. അപ്പം ഇത് ഒരു മാത്തമാറ്റിക്കൽ മോഡലാണ് ISIയുടെ എഫക്റ്റിനെ കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് എങ്ങനെ നമുക്ക് ISI എഫക്റ്റ് റെഡ്യൂസ് ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വി വിൽ ഡിസ്കസ് the Nyquist criteria for distortionless baseband transmission. Next നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് Nyquist criterion for distortionless baseband binary transmission. എന്താണ് ക്രൈറ്റീരിയ? ഡിസ്റ്റോർഷൻ ഫ്രീ ആയിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്താണ് അതിന്റെ ക്രൈറ്റീരിയ എന്നുള്ളത്. സോ ദിസ് ഇസ് ദ ക്രൈറ്റീരിയ ഫോർ ISI free transmission. The pulse നമ്മൾ റിസീവ് ചെയ്യുന്ന പൾസ് ഓൾറെഡി ഡിഫൈൻ ചെയ്തിരുന്നു. ദിസ് ഇസ് ITB minus KTB. Okay, from the previous explanation we know that this is the received pulse representation and ഈ പറയുന്ന പൾസ് should be equal to 1 when I is equal to K. So ith transmission, ith bit transmit ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന സിഗ്നലിന്റെ വാല്യൂ 1 ആയിരിക്കണം and 0 for I not equal to K. So this is the Nyquist criteria for ISI free transmission and we know that P of 0 is equal to 1. Then you can say that the Y of
ti, the received signal y of ti simply mu into ai. Okay, from the previous explanation നമ്മൾ എഴുതിയിരുന്നു ഇതാണ് y of ti. So y of ti ല് നമുക്ക് കിട്ടേണ്ടത് I is equal to k ഇതില് p of 0 കിട്ടും. Okay, p of 0 is equal to 1, and for all other values p value should be equal to 0. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന സെക്കൻഡ് ടേം എന്ന് പറയുന്നത് 0 ആവും. നമുക്ക് സിംപ്ലി y of ti is equal to mu ai ആവും. ith ട്രാൻസ്മിറ്റഡ് ബിറ്റ് മാത്രമായിരിക്കും നമ്മുടെ റിസീവറിൽ കിട്ടുക. അപ്പോൾ നമുക്ക് ISI ഫ്രീ ട്രാൻസ്മിഷൻ പോസിബിൾ ആണ് if it satisfies this particular condition, and this is known as zero ISI and perfect reception in the absence of noise. നമ്മൾ കൺസിഡർ ചെയ്തപ്പോൾ ആദ്യമേ പറഞ്ഞത് നമ്മൾ ഈ പറയുന്ന കേസിൽ നോയിസ് കൺസിഡർ ചെയ്തിട്ടില്ല, ഡിസ്പെർഷൻ മാത്രമേ കൺസിഡർ ചെയ്തിട്ടുള്ളൂ. അപ്പം ആ ഒരു കേസിൽ y of t is equal to mu ai. നോയിസും കൂടി ഉണ്ടെങ്കിൽ പ്ലസ് w of t or n of t എന്ന് പറയുന്ന ഒരു സിഗ്നൽ കൂടെ കൺസിഡർ ചെയ്യണം. സോ ദിസ് ഇസ് എ ടൈം ഡൊമെയിൻ ക്രൈറ്റീരിയ ഫോർ ISI ഫ്രീ. നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് ഒരു ഫ്രീക്വൻസി ഡൊമെയിനിൽ എങ്ങനെയാണ് ഈ പറയുന്ന ISI ഫ്രീ ട്രാൻസ്മിഷന്റെ ക്രൈറ്റീരിയ ഡിഫൈൻ ചെയ്യേണ്ടതെന്നാണ്. ഓക്കെ, അപ്പൊ അതിനായിട്ട് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്ത് റിസീവ് ചെയ്ത സിഗ്നൽ, ഓക്കെ, ഇനി അനലൈസ് ചെയ്യാൻ പോകുന്നത് ദ സെയിം കണ്ടീഷൻ ഇൻ ഫ്രീക്വൻസി ഡൊമെയിൻ. ഇപ്പോൾ ഫ്രീക്വൻസി ഡൊമെയിൻ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ടൈം ഡൊമെയിനിൽ ഒരു സിഗ്നൽ വേണം. അപ്പോൾ നമുക്ക് അസ്യൂം ചെയ്യാം ഇതാണ് നമുക്ക് ഈ പറയുന്ന ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതനുസരിച്ച് ഈ ഡോട്ടഡ് ലൈനാണ് നമുക്ക് റിസീവ് ചെയ്തിരിക്കുന്ന സിഗ്നൽ. സോ വി വിൽ ക്യാൻ സാമ്പിൾ ദിസ് സിഗ്നൽ അറ്റ് പർട്ടിക്കുലർ ഇൻ്റർവൽ. ഓക്കെ, ഈ പറയുന്ന ഓരോ ഇൻസ്റ്റന്റിലും നമുക്ക് ഈ പറയുന്ന സിഗ്നൽ സാമ്പിൾ ചെയ്യാം. ഓക്കെ, സാമ്പിൾ ചെയ്ത് കിട്ടുന്ന വാല്യൂ ഓക്കെ ആ ഒരു ഇൻസ്റ്റന്റിൽ മാത്രം നമ്മൾ നോക്കിയാൽ മതി. ഇപ്പോൾ ഒരു പർട്ടിക്കുലർ ഇൻ്റർവൽ ഓഫ് ടൈമിൽ ഞാൻ ഈ പറയുന്ന സിഗ്നൽ സാമ്പിൾ ചെയ്യുന്നു, ആ സിഗ്നലിന്റെ വാല്യൂ എന്താണെന്ന് നമ്മൾ നോക്കുന്നു. സോ ഐ ക്യാൻ കൺസിഡർ the sequence sampled can be represented as p of n tb. ഒരു tb ഡ്യൂറേഷനിൽ ഞാൻ ഈ പറയുന്ന സീക്വൻസസ് സാമ്പിൾ ചെയ്യാണ്. ഓക്കെ, അപ്പം ഈ പറയുന്ന ഓരോ ഇൻസ്റ്റന്റിലെ വാല്യൂ ഇപ്പോൾ p of 0, p of 1 tb, p of 2 tb, p of 3 tb എക്സെട്ര ഓരോ ഇൻസ്റ്റന്റിലുള്ള സിഗ്നൽ സാമ്പിൾ ചെയ്തു. അപ്പോൾ നമുക്ക് ഈ സാമ്പിൾ ചെയ്ത സിഗ്നൽ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, റിസീവ് ചെയ്ത സിഗ്നൽ p of t എന്ന് പറയുന്ന വേവ് ഫോം ആണ്. p of t എന്ന് പറയുന്ന വേവ് ഫോമിനെ ഒരു ഇമ്പൾസ് ട്രെയിൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, സോ ദാറ്റ് ഇസ് ദ tb ഡ്യൂറേഷനുള്ള ഒരു ഇമ്പൾസ് ട്രെയിൻ ആണ്. ഈ ഒരു പൾസ് ട്രെയിൻ കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യാം. p of t എന്ന് പറയുന്ന സിഗ്നലിനെ ഒരു ഇമ്പൾസ് ട്രെയിൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ അതാണ് നമ്മളുടെ ഈ സാമ്പിളുടെ സീക്വൻസിന്റെ ഒരു റെപ്രസെന്റേഷൻ. അപ്പോൾ നമ്മുടെ എയിം എന്ന് പറയുന്നത് നമുക്ക് അതിന്റെ ഫൊറിയർ ട്രാൻസ്ഫോം കാൽക്കുലേറ്റ് ചെയ്യണം. സോ വി നീഡ് ടു ഫൈൻഡ് ദ ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് ദിസ് പർട്ടിക്കുലർ ഇക്വേഷൻ, ആൻഡ് ദിസ് ഇസ് എ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ. സാമ്പിൾഡ് സിഗ്നൽ ആണ്, ഇമ്പൾസ് ട്രെയിൻ വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. നമുക്ക് ഈ പറയുന്ന സിഗ്നലിന്റെ ഫൊറിയർ ട്രാൻസ്ഫോം, ദാറ്റ് ഇസ് പ്രോബബിലിറ്റി ഓഫ് del of f. Maybe we can define this signal as probability of not probability, sorry, p of del of t. Okay, p of del of t എന്ന് പറയുന്ന സിഗ്നൽ ആണെന്ന് വിചാരിക്കുക, സാമ്പിൾഡ് വേർഷൻ ഓഫ് ദ സിഗ്നൽ. സാമ്പിൾഡ് വേർഷൻ ഓഫ് ദ സിഗ്നൽ എൻ്റെ ഫ്രീക്വൻസി ഡൊമെയിൻ റെപ്രസെന്റേഷൻ അല്ലെങ്കിൽ എൻ്റെ ഫൊറിയർ ട്രാൻസ്ഫോം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് it's 1 by tb sigma n is equal to minus infinity to infinity p of f minus n by tb. നമ്മൾ ഓൾറെഡി സാമ്പിളിംഗ് ഫ്രീക്വൻസി ഡിസ്കസ് ചെയ്തപ്പോൾ ഡിഫൈൻ ചെയ്തിരുന്നു ഇതേപോലെ ഒരു ഇക്വേഷൻ. അതായത് ഒരു സിഗ്നലിൽ സാമ്പിൾ ചെയ്ത് കിട്ടുന്ന സാമ്പിൾഡ് സിഗ്നലിന്റെ സ്പെക്ട്രം എന്ന് പറയുന്നത് ഒറിജിനൽ സിഗ്നലിന്റെ സ്പെക്ട്രം. ഫോർ എക്സാമ്പിൾ ദ ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് p of t, the Fourier transform of p of t is p of f. നമുക്ക് സാമ്പിൾഡ് സിഗ്നലിന്റെ ഫൊറിയർ ട്രാൻസ്ഫോം നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, ആൻഡ് സാമ്പിളിംഗ് ഫ്രീക്വൻസിയുടെ ടേംസിലാണ് ഈ ടി ബി വന്നിരിക്കുന്നത്. ഓക്കെ, നമ്മൾ ഓൾറെഡി സാമ്പിളിംഗ് തിയറത്തിന്റെ കൺസെപ്റ്റിൽ ഈ പറയുന്ന ഒരു ഇക്വേഷൻ ഫെമിലിയർ ആണ്. അപ്പോൾ സ്പെക്ട്രം നമുക്കറിയാം റിപ്പീറ്റ് ചെയ്ത് വരും. പ്രോബബിലിറ്റി ഓഫ് p of f minus n by tb, and we can put one more substitution that tb is equal to 1 by tb, and this rb is equal to 1 by tb, and it is known as the bit rate.
bit rate. Okay. അങ്ങനെയാണ് നമുക്ക് ഇക്വേഷൻ ഒന്ന് മോഡിഫൈ ചെയ്ത് എഴുതാം. P of del of f is equal to RB sigma n is equal to minus infinity to infinity P of f minus n RB. Okay. So this is the Fourier transform of the sampled sequence of P of n TB. Or receive the signal frequency domain representation ആണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് for example equation maybe already നമുക്കൊരു equation define ചെയ്തിരുന്നു. So this is equation 1 and this is equation 2. Okay, ഞാനിപ്പോൾ പറഞ്ഞ P of t into del of TB നെ തന്നെ നമുക്ക് വേറെ രീതിയിലും കൂടെ വേണമെങ്കിൽ represent ചെയ്യാം. So another representation of this P of t into del of TBT, അതായത് ഇമ്പൾസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് പകരം നമുക്ക് വേണമെങ്കിൽ ഷിഫ്റ്റഡ് ഇമ്പൾസ് സിഗ്നൽ ആയിട്ട് ഇതിനെ പറയാം. സോ del of t, del of t minus TB, del of t minus 2 TB, del of 3 minus TB എന്നുള്ള രീതിയിൽ നമുക്ക് ഇമ്പൾസ് സിഗ്നൽ del of t minus TB, del of t minus 2 TB ആ ഒരു രീതിയിൽ നമുക്ക് ഇമ്പൾസ് ട്രെയിനിന്റെ ഇക്വേഷൻ മാറ്റാം. സോ വി ക്യാൻ റൈറ്റ് del of t minus ഫോർ എക്സാമ്പിൾ MTB ആണെന്ന് വിചാരിക്കും. ഓക്കെ, അപ്പോൾ ഓരോ ഇൻസ്റ്റന്റിലുള്ള ആംപ്ലിറ്റ്യൂഡിനെ എനിക്ക് ഇങ്ങനെയും ഡിഫൈൻ ചെയ്യാം, P of MTB. ഓക്കെ, അപ്പം ഈ പറയുന്ന ഇക്വേഷന്റെ അനദർ റെപ്രസെന്റേഷൻ of this P of t into P of del of t, that is impulse train. Okay. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഇക്വേഷന്റെ ഫോറിയർ ട്രാൻസ്ഫോം നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുകയാണെങ്കിൽ എന്ത് കിട്ടും എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം നോക്കുക, ഇവിടെ P of MT എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആണ്. ബിക്കോസ് ഓരോ ഇൻസ്റ്റന്റിലും നമുക്കറിയാം ഈ പറയുന്ന സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡ് ഉണ്ട്. ആ ആംപ്ലിറ്റ്യൂഡ് ആണ് നമ്മൾ പറയുന്ന P of this is 1 TB, this amplitude is known as P of 2 TB, etc. അത് ജനറലൈസ് ചെയ്ത് നമ്മൾ പറഞ്ഞു. It can be plus 5 volt, plus 3 volt, plus 4 volt, etc. So ആ ഫസ്റ്റ് ക്വാണ്ടിറ്റി എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആണ്. നമുക്ക് ഈ പറയുന്ന ടേമിന്റെ ഫോറിയർ ട്രാൻസ്ഫോം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി സിഗ്മ m is equal to minus infinity to infinity P of m TB into del of t minus m TB into e raised to minus j 2 pi f t dt. അതായത് നമ്മൾ ഫോറിയർ ട്രാൻസ്ഫോമിന്റെ ഇക്വേഷൻ എഴുതിയിട്ടുള്ളൂ. ഫോറിയർ ട്രാൻസ്ഫോം x of s is equal to സിഗ്നൽ into x of t into e raised to minus j 2 pi f t dt. ഇവിടെ x of t യുടെ പ്ലേസിലാണ് നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന സിഗ്നൽ എഴുതിയിരിക്കുന്നത്. The signal which is a sampled version of the signal P of t. P of t എന്ന് പറയുന്ന സിഗ്നലിലെ സാമ്പിൾഡ് വേർഷന്റെ ഫോറിയർ ട്രാൻസ്ഫോം കാൽക്കുലേറ്റ് ചെയ്യുന്നു. And we will put one substitution here. Let m is equal to, ഇവിടെ കൊടുത്തിരിക്കുന്ന m നെ നമ്മൾ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നു, which is equal to I minus k. Then നമുക്കറിയാം when I is equal to k, the m becomes 0. When I not equal to k, okay, this m is equal to 0. When I not equal to k, m not equal to 0. നമ്മളൊരു കണ്ടീഷൻ കൊടുക്കുകയാണ്, I is equal to k എന്നുള്ള കണ്ടീഷൻ കൊടുക്കുകയാണ്, അതായത് m 0 ആണ്. അപ്പോൾ ആ പറയുന്ന പർട്ടിക്കുലർ കേസിൽ you can write this P of del of f can be integral minus infinity to infinity P of 0 then del of t into e raised to minus j 2 pi f t dt. Okay, because P of 0 നമുക്കറിയാം P of 0 is equal to 1 ആണ്. I is equal to k, ആ ഒരു കേസ് മാത്രം നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം. I is equal to k എന്താണ് ഇക്വേഷനിൽ ചേഞ്ചസ് വരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നോക്കുക, ഈ പറയുന്ന ഇക്വേഷനിൽ P of 0 1 ആണ്, del of t ആണ് കണ്ടുപിടിക്കുന്നത്. del of t യുടെ വാല്യൂ നമുക്കറിയാം t is equal to 0 മാത്രമേ ഉള്ളൂ. സോ we can assume that this particular integration becomes 1. ഓക്കെ, അപ്പോൾ P of del of f ന്റെ ആൻസർ നമുക്ക് 1 എന്ന് കിട്ടി. This is equation number 3. If you compare equation number 2 and 3, നോക്കുക 2ഉം 3ഉം ഒരേ ക്വാണ്ടിറ്റി ആണ്. P of del of f ആണ് ഇവിടെയും കാൽക്കുലേറ്റ് ചെയ്ത്, ഇവിടെയും P of del of f ആണ്. അപ്പം നമുക്ക് സെക്കൻഡ് ഇക്വേഷന്റെ RHSഉം തേർഡ് ഇക്വേഷന്റെ RHSഉം തമ്മിൽ ഇക്വേറ്റ് ചെയ്യാം. So we will get or we can say that sigma n is equal to minus infinity to infinity P of
F minus N RB or 1 by RB ഉണ്ടായിരുന്നു ഇവിടെ, not 1 by RB, simply RB, okay, is equal to 1. So RB എന്ന് പറഞ്ഞാൽ 1 by TB ആണ്. So we can write sigma n is equal to minus infinity to infinity. P of F minus N RB is equal to T. So this is the condition for ISI free transmission in frequency domain. So frequency domain la namukku ISI free transmission വേണ്ടിയിട്ട് നമുക്ക് കിട്ടിയ condition ആണ് STB. Okay. Or del of F is equal to 1 when sigma n is equal to minus infinity to infinity. P of F minus RB is equal to 1. Okay. അപ്പോൾ നമുക്ക് രണ്ട് കണ്ടീഷൻ കിട്ടി. ഫ്രീക്വൻസി ഡൊമൈനിലുള്ള കണ്ടീഷനും equation 1 indicate the frequency domain condition and the last equation, okay, maybe this is equation number 4, and equation 4 is actually indicating the condition in frequency domain. This is a frequency domain condition and this is a equation 1 is the time domain condition, and this is known as the Nyquist criterion for distortionless baseband transmission. ഇതിൽ നിന്ന് കിട്ടുന്ന ഐഡിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്ത സിഗ്നൽ ISA ഫ്രീ ആയിട്ട് റിസീവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഫ്രീക്വൻസി ഡൊമൈനിലെ കൺസെപ്റ്റ് വെച്ച് നമുക്ക് മനസ്സിലായത് നമ്മൾ അറ്റ് എ മിഡിൽ ഓഫ് സിഗ്നലിംഗ് ഇന്റർവൽ, ഓക്കെ, സിഗ്നലിംഗ് ഇന്റർവെല്ലിൽ നമ്മൾ സിഗ്നലെ സാമ്പിൾ ചെയ്യണം. Okay, we should sample the received signal at the midpoint of the signaling interval. അപ്പോൾ അതാണ് ഈ പറയുന്ന ഇക്വേഷൻ്റെ ഒരു ഫിസിക്കൽ മീനിങ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് അതിൻ്റെ ഒരു ഐഡിയൽ സൊല്യൂഷൻ നമുക്ക് എങ്ങനെയാണ് ഒരു പ്രാക്ടിക്കൽ കേസിൽ ഇത് എങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം.